നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ബിരിയാണി ചെമ്പിലെ സ്വർണം കേരളം കത്തിച്ച വിവാദമായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ കനലൊരു തരി ടീമുകൾ തന്നെ പാർട്ടിയിലെ പല വമ്പന്മാരുടെയും സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ബന്ധങ്ങൾ വലിച്ചു പുറത്തിടുകയാണ്. ഡിവൈഎഫ്ഐ മുൻ നേതാവ് മനു തോമസ് CPM-ൽ തീ കോരിയിട്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ഇപ്പോൾ കനൽ തരികൾ തമ്മിലുള്ള കൂട്ടയടി CPM-ന്റെ തല തെറിക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നു. മനുവിന്റെ വെട്ടിത്തുറന്നു പറച്ചിലുകൾക്ക് പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന ശക്തിയുണ്ട്. മനുവിനെ തീർക്കാനുള്ള ഉത്തരവ് പാർട്ടിയിൽ തയ്യാറായി എന്ന് സൂചന. അടുത്ത TP മനു തോമസ് എന്നും ചർച്ചകൾ. എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണ് കണ്ണൂരിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള നേതാക്കളെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്ന് മനു വലിയൊരു ബോംബ് പൊട്ടിച്ചത്. സ്വർണ്ണക്കടത്ത് ബന്ധമുള്ള നേതാക്കളെ ചോദ്യം ചെയ്തതിന് മനുവിന് പാർട്ടിയിൽ സ്വയം പുറത്തു പോകേണ്ട അവസ്ഥയാണുണ്ടായത്. ആരോപണ വിധേയനായ നേതാവ് പാർട്ടിയിൽ പരിക്കില്ലാതെ സുരക്ഷിതമായിരിക്കുന്നു. കണ്ണൂരിലെ മുൻ DYFI നേതാവ് മനു തോമസ് CPM സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയുടെ വിവരങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു മനു തോമസിന്റെ പരാതി. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് M ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് മനു തോമസിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് ലഭിച്ചതായി മനു തോമസ് പരാതിയിൽ വ്യക്തമാക്കുന്നു. ശബ്ദരേഖ വന്നത് ആകാശ് തില്ലങ്കേരിയുടെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിലാണ്. പരാതി അന്വേഷിക്കാൻ 1 വർഷത്തോളം ജില്ലാ കമ്മിറ്റി തയ്യാറായില്ല എന്നും 3 തവണ ജില്ലാ കമ്മിറ്റിയിൽ വിഷയം ഉന്നയിച്ചുവെന്നും മനു തോമസ് പരാതിയിൽ പറയുന്നു. ഷാജറിന് ശ്രദ്ധക്കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നും മനു തോമസ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. 2023 ഏപ്രിലിലാണ് മനു തോമസ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയത്. കണ്ണൂരിലെ പാർട്ടിയിൽ പിടിമുറുക്കാൻ ശ്രമിച്ച കൊട്ടേഷൻ സംഘങ്ങളോട് എതിരിട്ട മനു തോമസിനെ കഴിഞ്ഞ ദിവസം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് CPM ഒഴിവാക്കിയത് വലിയ വിവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ക്രിമിനൽ സംഘവുമായി പാർട്ടി നേതാക്കൾക്കുള്ള ബന്ധം തുറന്നുകാട്ടി പരാതി നൽകിയ മനു അതിനുശേഷമാണ് പുറത്തുപോയത്. അംഗത്വം പുതുക്കാതിരുന്നതോടെ പദവികളിൽ നിന്ന് ഒഴിവായി. ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ ഉൾപ്പെടെ നൽകിയ പരാതിയിൽ അന്വേഷണം പ്രഹസനമായെന്നും പാർട്ടി ഒന്നും തിരുത്തിയില്ല എന്നും മനു തുറന്നടിച്ചിരുന്നു. സ്വർണ്ണക്കടത്തിൽ പങ്കുപറ്റിയ നേതാവിനെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകിയതോടെയാണ് മനുവിന്റെ സംഘടനയിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടത്. സ്വർണ്ണക്കടത്ത് സൈബർ പോരാളികൾക്കെതിരെ പാർട്ടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതോടെ മനു തോമസ് ഒറ്റപ്പെടുകയായിരുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് സ്വയം പടിയിറങ്ങിയത്. പാർട്ടിയുടെ ഭാവി വാഗ്ദാനമെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഒരു യുവ നേതാവ് അത്യന്തം നിരാശയോടെയാണ് പുറത്തുപോയത്. സ്വർണ്ണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തില്ലങ്കേരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന പരാതികളാണ് ജില്ലയിലെ പ്രമുഖനായ DYFI നേതാവിനെതിരെ മനു തോമസ് പാർട്ടി ജില്ലാ നേതൃത്വത്തിന് നൽകിയ പരാതി. ആകാശ് തില്ലങ്കേരിയുടെ നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ DYFIയിൽ അതിശക്തമായ നിലപാട് സ്വീകരിച്ചത് ജില്ലാ പ്രസിഡന്റായിരുന്ന മനു തോമസ് ആയിരുന്നു. ഇതോടെയാണ് മനു തോമസിനെതിരെ ആകാശും കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപങ്ങൾ ആരോപണങ്ങളും ഉന്നയിച്ചത്. എന്നാൽ ഈ സംഘങ്ങളുമായി അടുപ്പം പുലർത്തുന്ന നേതാവ് DYFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയും CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ M ഷാജർ ആണെന്ന് മനു തോമസ് പാർട്ടിയിൽ തുറന്നടിച്ചതോടെ ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങളും തുടങ്ങിയിരുന്നു. ആകാശും ഷാജറും തമ്മിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളും ഉണ്ടെന്ന് തെളിയിക്കുന്ന വാട്സാപ്പ് ഓഡിയോയാണ് മനു തോമസ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയത്. ഷാജറിനായി സ്വർണം കൊണ്ടുവരാൻ ചെറുപുഴയിൽ കണ്ണൂരിലെ പാർട്ടി ഓഫീസ് ഭാരവാഹി പോയി എന്ന ഗുരുതര ആരോപണവും മനു തോമസ് ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയ M സുരേന്ദ്രൻ നൽകിയ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയായിരുന്നു പാർട്ടി ജില്ലാ നേതൃത്വം ചെയ്തത്. എന്തായാലും മനു തോമസ് ഇപ്പോൾ പുറത്തുപോയിരിക്കുകയാണ്. പുറത്തുപോയ മനു തോമസ് ആണ് ഇനി CPM-നും DYFIക്കും തലയെടുക്കുന്ന ശക്തിയായി മാറുന്നത്. കാരണം മനു ഇനി പലതും വിളിച്ചു പറയും.